ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ആമിയുടെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളിലെ വിശേഷങ്ങളാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആമിയുടെ സ്കൂള് ലേറ്റായിട്ടാണ് തുറക്കുന്നതെന്ന്. അപ്പം ജൂൺ 15-നായിരുന്നേ സ്കൂൾ റീ ഓപ്പണിംഗ്. അവളെ സ്കൂളിൽ വിടുന്ന കാര്യങ്ങളും അതിൻ്റെ തലേ ദിവസത്തെ കുറച്ച് പ്രിപ്സും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്, പണ്ട് തൊട്ടേ എനിക്ക് കമൻസ് ഒക്കെ അറിയിക്കുകയും നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് കേട്ടോ. മൃദുല മുരളി എന്നാണ് ആ സഹോദരിയുടെ പേര്. മകളുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 9ാമത്തെ ബർത്ത്ഡേ ആണ്. വരുന്ന ജൂൺ 22-ാം തീയതി, അതായത് മൺഡേ ആണ് ബർത്ത്ഡേ. അപ്പം ഞാൻ എന്തായാലും കുറച്ച് നേരത്തെ തന്നെ വിഷസ് അറിയിക്കാമെന്ന് കരുതിയേ. കാരണം അന്നത്തെ വീഡിയോ നമ്മളുടേത് ഒരു ട്രാവൽ വ്ളോഗായിരിക്കും. അപ്പം അതിൽ മെൻഷൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇപ്പോഴേ ഞാൻ എന്തായാലും വിഷസ് അറിയിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. മോളുടെ പേര് മാളവിക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മോൾക്ക് വേണ്ടിയിട്ട് എല്ലാവിധ നന്മകളും ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ആരോഗ്യ സൗഖ്യത്തോടെ എല്ലാവിധ സന്തോഷങ്ങളോടും കൂടി ജീവിക്കാനായിട്ട് സർവേശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ മാളവിക മോൾക്ക്. അപ്പോൾ മോൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ബർത്ത്ഡേ വിഷസ് അറിയിച്ചേക്കാട്ടോ, മറക്കരുത്. അപ്പോൾ ഞാനാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആമിയുടെ സ്കൂൾ ലേറ്റായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളുടെ സ്കൂൾ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ മേടിച്ച് വെക്കണമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ അങ്ങനെ എല്ലാ പ്രിപ്സും കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഇന്ന് സൺഡേ ആണ്, മൺഡേ ആണ് സ്കൂൾ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും സൺഡേ തന്നെ എല്ലാ കാര്യങ്ങളും മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് പച്ചക്കറികൾ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കും. അങ്ങനെ മാറ്റി വെക്കത്തില്ല കേട്ടോ. ഞാൻ ഒരുപാട് വ്ളോഗിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ പാലും തൈരും ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. പാല് അങ്ങനെ അവൾക്ക് സ്ഥിരമൊന്നും കൊടുക്കാറില്ല. വല്ലപ്പോഴും ഒക്കെ ഒരു ജ്യൂസോ ഷേക്കോ ഒക്കെ അടിച്ചൊക്കെയാണ് കൊടുക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നൊരു ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടാണ് പാല് മേടിച്ചേക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മുടെ ബ്ലിങ്കിറ്റിൽ നിന്നാണ് ഈ ഗാർലിക് മേടിക്കുന്നത് കേട്ടോ. അതായത് വെളുത്തുള്ളി പൊളിച്ചതാണ് മേടിക്കുകയുള്ളൂ. അല്ലാതെ ഞാനിപ്പോൾ അങ്ങനെ മെനക്കെട്ട് അങ്ങനെ പൊളിച്ചെടുക്കാറില്ല കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ടൊക്കെ പൊളിച്ചെടുക്കാനുള്ള മെത്തേഡൊക്കെ ഉണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ജെയിൻസി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു വെളുത്തുള്ളി പൊളിച്ചെടുക്കാനുള്ള ടിപ്പൊക്കെ. ഇപ്പം എനിക്ക് തീരെ സമയമില്ലാത്തതുകൊണ്ടാണ് ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നത്. നമുക്ക് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നല്ല കസ്തൂരി മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇടയിൽ ഞാൻ കാണിച്ചത് കേട്ടോ. നല്ല മധുരമുള്ള മാങ്ങയാണ്. വെജിറ്റബിൾസ് ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാനെടുത്ത് അതാത് സ്ഥാനത്ത് വെക്കും. നാളത്തേക്ക് ആമിക്ക് ഞാൻ മഷ്റൂം ബിരിയാണിയാണ് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ തലേ ദിവസം തന്നെ മഷ്റൂം ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എപ്പോഴും തലേ ദിവസമാണ് ഒരു പ്രിപ്പ് ചെയ്യുന്നത്. കാരണം ബൾക്കായിട്ടുള്ള പ്രിപ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വെളുത്തുള്ളി പൊളിക്കുക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ മല്ലിയില പുതിനയില ഇതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചേക്കും. തലേ ദിവസം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് തേങ്ങ ചിരകുന്നത്, വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നത് ഞാൻ എപ്പോഴും തലേ ദിവസമാണ് ഇതൊക്കെ ചെയ്ത് വെക്കുള്ളൂ കേട്ടോ. ഒരുപാട് അങ്ങനെ ബൾക്കായിട്ട് അങ്ങനെ പ്രിപ്സും കാര്യങ്ങളൊന്നും ചെയ്ത് വെക്കാത്ത ഒരാളാണ്. എനിക്കതിനോട് ഒട്ടും താല്പര്യമില്ല. അപ്പോൾ എന്തായാലും പിറ്റേ ദിവസത്തേക്കുള്ള കുറേ കാര്യങ്ങൾ ചെയ്ത് വെച്ചതുകൊണ്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് എനിക്ക് നല്ല ഈസി ആയിട്ടുണ്ട്. അപ്പോൾ അതേ രാവിലെ 5 മണിക്ക് തന്നെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എഴുന്നേക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. നമ്മുടെ ഹാളിലിരിക്കുന്ന ക്ലോക്കിൽ 20 മിനിറ്റ് ഫാസ്റ്റ് ആക്കിയിട്ടാണ് ഞാൻ ടൈം വെച്ചേക്കുന്നത്. കാരണം പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മുടെ കിച്ചണിലെ ക്ലോക്ക് കറക്റ്റ് ടൈം ആയിരിക്കും. കാരണം അവിടെ നിന്ന് ഞാൻ കിച്ചണിലെ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ടൈം കറക്റ്റായിട്ട് അറിയണം. എന്നാൽ നമ്മുടെ ഹാളിലിരിക്കുന്ന ക്ലോക്കിൽ കുറച്ച് ടൈം കൂട്ടി വെച്ചേക്കുക. അത് എൻ്റെ ഹസ്ബൻഡിനും മോൾക്കും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ടുള്ള സമയം എനിക്കാണ് അറിയാവുന്നുള്ളത്. ഇല്ലെങ്കിൽ ഫോൺ നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ സമയം എന്താണെന്നുള്ളത്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം 5 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ട്. തലേ ദിവസമൊക്കെ ഞാൻ എഴുന്നേറ്റപ്പോൾ 7-7:30 ആയിരുന്നു സമയം. അപ്പോൾ എനിക്ക് ഇന്ന് എഴുന്നേക്കാൻ പറ്റുമെന്ന് പോലും അറിയത്തില്ലായിരുന്നു കേട്ടോ. കാരണം നല്ല ടെൻഷനോടെയാണ് ഞാൻ കിടന്നത്. 5 മണിക്ക് എനിക്ക് എഴുന്നേക്കാൻ പറ്റണേന്ന് മാത്രമായിരുന്നു പ്രാർത്ഥന. അപ്പോൾ എന്തായാലും കറക്റ്റ് 5 മണിക്ക് അലാറം കേട്ട ഉടനെ തന്നെ ഞാൻ ചാടി എഴുന്നേറ്റ് വന്ന് കുറച്ച് നേരം നമ്മുടെ മുറ്റത്തൊക്കെ ഒന്ന് നോക്കി നിന്നതിന് ശേഷം നമ്മുടെ മീൻ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്ന് ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള പണികളിലേക്ക് പോകുന്നത്. പിന്നെ എന്തായാലും ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒന്ന് ദേഹമൊക്കെ ഒന്ന് കഴുകി ഫ്രഷപ്പായി വന്നിട്ടുണ്ട്. പ്രഭാത കൃത്യങ്ങളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അപ്പോഴേക്കും 5:15 ആയിട്ടുണ്ട്.
അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് ഫ്രഷപ്പ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒരു ഉറക്കച്ചടവ് പോകണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ തല കുളിക്കണം, ഇല്ലെങ്കിൽ ദേഹമെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് കഴുകണം അല്ലേ. അപ്പോൾ എനിക്ക് ഈ രാവിലത്തെ കുളി ഇപ്പോൾ ഒട്ടും പറ്റുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ കോൾഡ് വരും ഈ ബോട്ടോക്സ് ചെയ്തതിന് ശേഷം. അതുമല്ല ഡെയിലി നമുക്ക് അങ്ങനെ ഹെയർ വാഷും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്തായാലും രാവിലെ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷമാണ് ബാക്കി പണികളിലേക്ക് കടക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 5:15 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് മഷ്റൂം ബിരിയാണിയാണ് ചെയ്യുന്നത്. വെജിറ്റബിൾസും മഷ്റൂമും കൂടി ഇട്ടിട്ടുള്ളൊരു ബിരിയാണിയാണ് ചെയ്യുന്നത്. ആദ്യമേ തന്നെ ഞാൻ വന്നിട്ട് ബാസ്മതി റൈസ് വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണേ. അപ്പോൾ ഇതൊരു 20 മിനിറ്റൊക്കെ ഇട്ടിരുന്നാൽ മതി, പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ആദ്യമേ തന്നെ ഞാൻ അരി വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം വന്നിട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം മണി 5:25 ആയിട്ടുണ്ട്. ഞാൻ സമയം പറയുന്നതിൻ്റെ കാരണം ഞാൻ എങ്ങനെയാണ് രാവിലെ എഴുന്നേറ്റ് ജോലികൾ ഫാസ്റ്റായിട്ട് ചെയ്ത് തീർത്തതെന്ന് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇനി അടുത്ത് നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഈ പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ പാത്രങ്ങൾ തലേ ദിവസം കഴുകി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കഴിഞ്ഞ വ്ളോഗിൽ ഞാനിങ്ങനെ നൈറ്റ് റുട്ടീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എല്ലാ പാത്രങ്ങളും കഴുകിയിട്ട് മാത്രമേ ഞാൻ കിടക്കാറുള്ളൂ. അപ്പോൾ അതൊക്കെ എടുത്ത് കൃത്യസ്ഥാനത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് തന്നെ ഏകദേശം ഒരു 10 മിനിറ്റോളം ചിലവാകും. അപ്പോഴേക്കും നമ്മുടെ പുറത്ത് നേരമൊക്കെ ഒന്ന് വെളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പൊക്കെയാണ് ഈ സമയത്ത്. എപ്പോഴും നമുക്ക് രാവിലെ എഴുന്നേറ്റ് ജോലി ചെയ്യുമ്പോഴായിരിക്കുമല്ലോ ഒരു ഉഷാറ് വരുന്നതല്ലേ. ഈ വെക്കേഷൻ സമയത്ത് ഞാനും അത്യാവശ്യം നല്ലോണം മടി പിടിച്ച് നല്ലപോലെ കിടന്ന് ഉറങ്ങിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഉച്ചയുറക്കം എനിക്ക് പതിവില്ലാത്തതായിരുന്നു. പക്ഷേ എന്തോ വെക്കേഷൻ സമയത്ത് നല്ല ചൂടും കാരണങ്ങളൊക്കെ കൊണ്ട് ഞാൻ നല്ലോണം ഉറങ്ങിയായിരുന്നു കേട്ടോ. പിന്നെ ചില സമയത്ത് നമുക്ക് മടി പിടിച്ച് പോയാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലേ. എനിക്കും ചില സമയത്ത് എത്ര മോട്ടിവേഷൻ കിട്ടിയിട്ടും കാര്യമില്ല, നമ്മളെ പിടിച്ചാൽ കിട്ടത്തില്ല, അത്രയ്ക്കും ക്ഷീണം തോന്നാറുണ്ട്. അപ്പോൾ അതേ ഇന്ന് നമ്മൾ റാഗി ഇടിയപ്പമാണ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഡബിൾ ഹോഴ്സിൻ്റെ പൊടിയാണ് എടുത്തേക്കുന്നത്, അരിപ്പൊടി. പിന്നെ എൻ്റെ അടുത്ത് റാഗി പൊടിയും ഉണ്ടായിരുന്നിട്ട് അത് വേറൊരു ബ്രാൻഡിലതാണ്. അപ്പം ഞാൻ നേരത്തെ തന്നെ വെള്ളം ഒരുമിച്ച് തിളപ്പിച്ച് വെച്ചത് നമുക്കിന്ന് ഇടിയപ്പം ഉണ്ടാക്കണം. അതുപോലെ തന്നെ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണിക്കകത്തും ഈ ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ അതുകൊണ്ടാണ് വെള്ളം തിളപ്പിച്ച് വെച്ചത്. പിന്നെ വന്നതിന് ശേഷം നമ്മുടെ ഇടിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് മിക്സ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഏകദേശം 1 ഗ്ലാസോളം ഇടിയപ്പത്തിൻ്റെ മാവും പിന്നെ ഒരു 1/4 ഗ്ലാസ് അല്ലെങ്കിൽ ഒരു 1/2 ഗ്ലാസ് അത്രയൊക്കെ മതി റാഗിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത്. മുഴുവനായിട്ടുള്ള റാഗി മാവിലാണ് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്നതെങ്കിൽ വിട്ട് പോകും, കറക്റ്റായിട്ട് കിട്ടത്തില്ല. പിന്നെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ലപോലെ ടൈം വേസ്റ്റ് ആവും അല്ലേ. അപ്പം എനിക്കിത് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ആമിക്ക് രാവിലെ ഹെൽത്തി ആയിട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പം ഇതേ മാവിൽ തന്നെ നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാം. ഇപ്പോൾ പിടിക്കൊഴുക്കട്ടയോ അല്ലെങ്കിൽ സ്വീറ്റ് കൊഴുക്കട്ട അങ്ങനെയൊക്കെ ഉണ്ടാക്കാം കേട്ടോ, ഇതേ സെയിം മാവിൽ തന്നെ. അപ്പം മാവ് എപ്പോഴും അരിപ്പൊടി കുറച്ച് കൂടുതലും റാഗിപ്പൊടി കുറച്ച് കുറവും എടുത്താൽ മതി. അതുമാത്രമല്ല നല്ല തിളച്ച വെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കുകയാണെങ്കിലാണ് നമുക്ക് സേവനാഴിയിൽ നിന്ന് നല്ലോണം ഇതിങ്ങനെ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കിട്ടത്തേ ഇല്ല. അപ്പം ഞാനിത് വീഡിയോയിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിട്ട് തോന്നുന്നുണ്ടാവാം, പക്ഷേ എനിക്ക് കുറച്ച് ടഫായിരുന്നു കേട്ടോ ഇതൊന്ന് കറക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സേവനാഴിയുടെ ഉള്ളിലേക്കും അതുപോലെ ചില്ലിനകത്തും ഒക്കെ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ നെയ്യ് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഓൾറെഡി എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ടാണ് ഈ സേവനാഴി എടുത്തത്. അപ്പോഴേക്കും എൻ്റെ കൈയിനകത്ത് കോക്കനട്ട് ഓയിലൊക്കെ ആയിട്ട് സേവനാഴി പിടിക്കാനേ പറ്റുന്നില്ല കേട്ടോ, ചറുകി പോകുന്നുണ്ടായിരുന്നേ. അപ്പം ഞാൻ എൻ്റെ ഇടിയപ്പത്തിനെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇഡ്ഡലി പാത്രത്തിനൊരു കുഴപ്പമുണ്ട് കേട്ടോ, എല്ലാം കൂടി ഒരുമിച്ച് വെച്ച് വേവിക്കാനായിട്ട് പറ്റത്തില്ല. അതിപ്പോൾ ഇഡ്ഡലി ആണെങ്കിലും അതെ, ഇടിയപ്പം ആണെങ്കിലും അതെ, നമുക്കിങ്ങനെ ഓരോ തട്ടായിട്ട് മാത്രമാണ് വേവിക്കാൻ പറ്റുള്ളൂ. കാരണം തൊട്ട് താഴെ ഇരിക്കുന്ന തട്ട് മേലത്തെ തട്ടിലേക്ക് ടച്ച് ചെയ്തിട്ട് അതിൻ്റെ ആ ഷേപ്പ് മാറിപ്പോൾ. ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ അതുകൊണ്ട് ഓരോരോ തട്ടുകളായിട്ടാണ് ഉണ്ടാക്കി എടുക്കുന്നത്. പിന്നെ നല്ല ചൂടുവെള്ളത്തിൽ കുഴച്ചേക്കുന്നതുകൊണ്ട് തന്നെ പകുതി വെന്തിട്ടാണ് ഇരിക്കുന്നത് മാവ്. ഇനി നമ്മൾ പെട്ടെന്നൊന്ന് ആവി കയറ്റി എടുത്താൽ തന്നെ നമ്മുടെ ഇടിയപ്പം റെഡിയാവും. പിന്നെ ഞാൻ എപ്പോഴും ലാസ്റ്റ് വരുന്ന പോർഷനിലുള്ള മാവ് ഇതുപോലെ കൈ കൊണ്ട് പിടിക്കൊഴുക്കട്ടയാക്കിയിട്ട് എടുത്ത് ആമിക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. അതിപ്പോൾ പണ്ട് തൊട്ടേ അങ്ങനെയാണ്. കാരണം ഒന്നാമത്തെ കാര്യം ലാസ്റ്റ് വരുന്ന മാവ് പിഴിഞ്ഞെടുക്കാനുള്ള മടി, രണ്ടാമത്തെ കാര്യം എനിക്ക് ഈ ലാസ്റ്റ് വരുന്ന മാവിൽ കൊഴുക്കട്ട ഉണ്ടാക്കാനും ഇഷ്ടമാണ്. അപ്പോൾ അത് വേണമെങ്കിൽ കുഞ്ഞ് ബോൾസ് ആക്കിയിട്ട് നമുക്ക് എടുക്കാം. അത് വേണമെങ്കിൽ ഇവർക്ക് സ്നാക്കിന് വേണ്ടിയിട്ട് കൊടുത്തു വിടാം കേട്ടോ. അപ്പം ഒന്ന് ആവി കയറ്റി എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങയും കുറച്ച് ഷുഗറും അല്ലെങ്കിൽ ജാഗരി പൗഡറൊക്കെ ഇട്ടിട്ട് അങ്ങനെ
അങ്ങനെ നമുക്ക് ഇവർക്ക് സ്നാക്ക് ഐറ്റായിട്ട് കൊടുത്തു വിടാം. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല, അല്ലാതെ തന്നെ അവൾക്ക് കഴിക്കാൻ വേണമെങ്കിൽ കൊടുക്കാറുണ്ട്. ഇല്ലെങ്കിൽ കുറച്ചൊന്ന് തേങ്ങാപ്പാലിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പാൽക്കൊഴുക്കട്ടയാവും. എന്നിട്ട് അത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. അതിനൊക്കെ നമുക്ക് സമയം ഒരുപാട് ആവും, പക്ഷേ നമ്മൾ നേരത്തെ കൂട്ടി എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നാൽ ഈസി ആയിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ അതേ എന്തായാലും നമ്മുടെ ഇടിയപ്പങ്ങളെല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് സവോളയൊക്കെ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സവോള ഞാൻ നേരത്തെ കട്ട് ചെയ്ത് അങ്ങനെ വെക്കത്തില്ല കേട്ടോ. രാവിലെ ആ ഒരു സമയമാകുമ്പോൾ മാത്രമേ കട്ട് ചെയ്തെടുക്കുള്ളൂ. ഇതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ റാഗി ഇടിയപ്പങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല ഭംഗിയാണ് കേട്ടോ കാണാനും, അതുപോലെ തന്നെ കഴിക്കാനും. അതെ, പക്ഷെ ചൂടോടുകൂടി തന്നെ കഴിക്കണം. എപ്പോഴും ഒരു ഹോട്ട് ബോക്സിൽ ഇട്ട് വെച്ചിരുന്നാലാണ് നമുക്ക് ആ ചൂടോടുകൂടി കഴിക്കുമ്പോഴേ ടേസ്റ്റ് കിട്ടുള്ളൂ. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ, മറക്കരുത്. ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം, മറക്കരുത് കേട്ടോ. പിന്നെ തേങ്ങ വേണമെങ്കിൽ കുറച്ച് തേങ്ങയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഞാൻ എപ്പോഴും തേങ്ങ അങ്ങനെ ഇടിയപ്പത്തിൽ ഇടാറില്ല. അഥവാ ഇടുവാണെങ്കിൽ തന്നെ ഞാൻ ലാസ്റ്റ് ആ ഹോട്ട് ബോക്സിനകത്ത് മാത്രമാണ് വെക്കുകയുള്ളൂ. ഇതിൽ തന്നെ നമ്മുടെ മോർണിംഗ് ഡ്രിങ്കും കാര്യങ്ങളൊക്കെ ചൂടാക്കി അതിനുള്ളതൊക്കെ ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 6 മണിയായി. അപ്പോഴേക്കും ആമി എഴുന്നേറ്റ് വന്നിട്ട് എന്നോട് തലേ ദിവസമേ പറഞ്ഞിരുന്നു അവൾ രാവിലെ സ്നാക്ക് ഉണ്ടാക്കും എന്നുള്ള കാര്യം. അവൾക്കുള്ള ഈവനിങ് സ്നാക്ക് ഇന്ന് ബനാന സാൻഡ്വിച്ച് ആണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ഒരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ന്യൂട്ടല്ല ബനാന സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി. അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇത് കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ അത് ആമി അവിടെ എന്നെ ഹെൽപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുവാണ്. അപ്പം അങ്ങനെ അത് അവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ സൈഡിൽ നമ്മുടെ ബിരിയാണി ചെയ്യാം. ഞാൻ എപ്പോഴും കാണിച്ചിട്ടുള്ള റെസിപ്പിയൊക്കെ തന്നെയാണ്, എന്നാലും ഒന്നും കൂടി ഒന്ന് ഷെയർ ചെയ്യാമേ. ആദ്യം റൈസ് ബ്രാൻ ഓയിൽ ഒഴിച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകവും പട്ടയും ഏലക്കയൊക്കെ ഇട്ട് കൊടുത്തു. അതിനുശേഷം സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ഒരു മീഡിയം സൈസിലുള്ളൊരു സവാള മതി. അതിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/4 ടീസ്പൂണ് അതും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് പച്ചമുളക് ചേർക്കാം. മോൾക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ പച്ചമുളക് ചേർക്കാത്തത്, എരിവ് കൂടിപ്പോവും, അതുകൊണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രമാണ് ഇട്ടിരിക്കുന്നത് പൊടികളായിട്ട്. ഒരുപാട് പൊടികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം നല്ല സ്പൈസിയാണ് എൻ്റെ ഇപ്പോഴത്തെ മുളക് പൊടി, അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമാണ് ഇട്ടേക്കുന്നത്. ആ കളർ കാണുന്നത് കാശ്മീരി മുളകും കൂടി മിക്സ് ചെയ്ത് അരച്ചേക്കുന്നതുകൊണ്ടാണ്. പിന്നെ ആ പൊടികളുടെ പച്ചമണം പോയതിന് ശേഷം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളതിലേക്ക് പുതിനയിലയും മല്ലിയിലയും കൂടി ഒരു പിടിയോളം കട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് നുറുക്കിയിട്ട് ഇങ്ങനെ ഇതിലേക്ക് ഇട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് പിരിഞ്ഞ് വരുന്ന വരയ്ക്കും ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് 1-2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ തൈര് ചേർത്തിട്ടില്ല, എൻ്റെ അടുത്തപ്പോൾ തൈര് കുറവായതുകൊണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് ഉണ്ടല്ലോ അതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഷ്റൂം ഉൾപ്പെടെയാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നല്ലോണം അതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് ബാസ്മതി റൈസ് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റിൽ കൂടിയിട്ടുണ്ട് കേട്ടോ അരി നമ്മൾ ഇട്ടതിന് ശേഷം. ഞാനൊരു 30 മിനിറ്റൊക്കെ വെള്ളത്തിലിട്ട് വെക്കാറുണ്ട്. അങ്ങനെ അരിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം 1 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരുന്നത്. അതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ പക്ഷേ ഒരു 1.25 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ലെമണിൻ്റെ ഹാഫ് പോർഷൻ പിഴിഞ്ഞ് അതിലേക്ക് അതിൻ്റെ നീരും കൂടി ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോഴത്തേക്കും കുറച്ച് കൂടുതൽ ഇട്ടാലാണ് വെജിറ്റബിൾസും അരിയുമായിട്ടൊക്കെ വെന്ത് വരുമ്പോഴേക്കും കറക്റ്റായിട്ട് കിട്ടുന്നത്. പിന്നെ ഞാൻ ഈ കുക്കറിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്നാവും. പിന്നെ 1 പോട്ട് റെസിപ്പിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. പിന്നെ വലിയ പരീക്ഷണങ്ങൾക്കൊന്നും ഞാൻ അങ്ങനെ നിൽക്കാറില്ല ആമിയുടെ സ്കൂൾ ഡേയ്സിൽ. ഒന്നാമത്തെ കാര്യം, പരീക്ഷണം ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും അവൾ കഴിക്കത്തില്ല. അല്ലാത്ത സമയത്തൊക്കെ ഞാൻ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് അവൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം സ്കൂളിലോട്ട് കൊടുത്തു വിടുകയോ ചെയ്യുള്ളൂ. പിന്നെ സമയം നമുക്ക് ഒരുപാട് വേസ്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ എനിക്ക് കംഫർട്ട് സോണിൽ വരുന്ന ഫുഡാണ് കേട്ടോ. ഈ വെജിറ്റബിൾ ബിരിയാണി, പുലാവ്, ഫ്രൈഡ് റൈസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഈ സാൻഡ്വിച്ച് പോലും ഞാൻ വെക്കേഷൻ സമയത്ത് ട്രൈ ചെയ്ത് അവൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് സ്കൂളിലേക്ക് കൊടുത്തു വിടുന്നത്. കുറച്ച് പേരൊക്കെ നമ്മുടെ ഈ സാൻഡ്വിച്ച് ട്രൈ ചെയ്തു, ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഒരുപാട് സന്തോഷം. അപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് ഇതൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യുക.
ചെയ്യുക. പിന്നെ കോൾഡും കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ ഞാനത് ഒട്ടും റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം ന്യൂട്ടലിയൊക്കെ ഭയങ്കരമായിട്ട് ചോക്ലേറ്റ് ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് കുട്ടികൾക്ക് വരും കേട്ടോ. എപ്പോഴൊന്നും അല്ല, വല്ലപ്പോഴും ഒക്കെ ഞാനിങ്ങനെ അവൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാമെന്നാണ് വിചാരിക്കുന്നത്. ആമിക്കും കോൾഡൊക്കെ ഉള്ളതാണ് എപ്പോഴും. പിന്നെ ഒരു സൈഡിൽ തൈര് സലാഡും കൂടി ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ തന്നെ നമ്മുടെ എല്ലാ ഇടിയപ്പങ്ങളും ആവിയിൽ വേവിച്ചെടുത്തു. കൊഴുക്കട്ട എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് നമ്മൾ ഇടിയപ്പത്തിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കൊടുക്കുന്നത് തേങ്ങാ ചമ്മന്തിയാണ്. ആമിക്ക് ഈ തേങ്ങാ ചമ്മന്തി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിപ്പോൾ ഇഡ്ഡലിയുടെ കൂടെ ആണെങ്കിലും ദോശയുടെ കൂടെ ആണെങ്കിലും ഇടിയപ്പത്തിനാണെങ്കിലും ഈ റെഡ് ചമ്മന്തിയാണ് അവൾക്ക് ഇഷ്ടം. അപ്പം ഞാൻ യൂഷ്വലി ചെയ്യുന്നത് തേങ്ങയും ചെറിയ ഉള്ളിയും നല്ല ജീരകം, ഉപ്പ്, അതുപോലെ തന്നെ എരിവെള്ളം, മുളക് പൊടി. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ വളരെ കുറച്ച് മുളക് പൊടി ചേർത്താൽ മതി. ആമിക്ക് കുറച്ച് നല്ല സ്പൈസി ആയിട്ടൊക്കെ കഴിക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് കൂട്ടി തന്നെയാണ് മുളക് പൊടി എടുത്തേക്കുന്നത്. എന്നിട്ട് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഫൈനായിട്ട് അരച്ചെടുത്ത് കടുക് താളിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതൊരു സൈഡിൽ റെഡിയാക്കുന്നതിനിടയിൽ തന്നെ ഞാൻ ദേ വന്നിട്ട് വിളക്കൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം ലേറ്റാക്കാൻ പറ്റത്തില്ല. ഒരു 7 മണിയൊക്കെ ആ ഒരു സമയത്തൊക്കെ ഞാൻ വന്നിട്ട് വിളക്ക് വെച്ചിട്ടുണ്ട്. സാധാരണ ഞാൻ ഉറക്കം എഴുന്നേറ്റാൽ ഉടനെ കുളിച്ച് കഴിഞ്ഞിട്ട് നേരെ വന്ന് വിളക്ക് വയ്ക്കുകയാണ് പതിവ്. ഇന്നിപ്പോൾ ആമിയുടെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ ആയ കാരണം കൊണ്ട് അവളൊന്ന് എഴുന്നേറ്റ് ഫ്രഷപ്പ് ആക്കിയതിന് ശേഷം ഞാൻ എന്തെങ്കിലും വിളക്ക് വയ്ക്കാമെന്ന് എഴുതിയിട്ട് ലേറ്റ് ആക്കിയതാണ്. അങ്ങനെ വിളക്കൊക്കെ വെച്ചു. ഇതിനിടയിൽ തന്നെ ആമി കുളിച്ച് ഫ്രഷായി നിൽപ്പുണ്ട്. അപ്പോൾ അവളെ ഒന്ന് പ്രാർത്ഥിപ്പിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ ദേ വന്നിട്ട് അവൾക്ക് കഴിക്കാനുള്ള ഇടിയപ്പവും ചമ്മന്തിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിനിടയിൽ തന്നെ നമ്മുടെ കുക്കർ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ. അതിൽ ഒരു വിസിലിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തിരുന്നത്. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് വേവിച്ചെടുത്തത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിനിടയിൽ തന്നെ നമ്മുടെ ബിരിയാണിയുടെ വിസിലൊക്കെ പോയി. ഞാൻ കുക്കറൊക്കെ ഓഫ് ചെയ്തിട്ടിട്ടാണ് വിളക്ക് വയ്ക്കാൻ പോയത്. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരൊറ്റ വിസിലേ കേൾപ്പിക്കാവുള്ളൂ. ഒരുപാട് വിസിൽ കേൾപ്പിക്കേണ്ട. പിന്നെ നിങ്ങളുടെ കുക്കറിൻ്റെ വേവിനനുസരിച്ചും നിങ്ങൾ അരി കുതിർക്കുന്ന സമയം അനുസരിച്ചും ഒക്കെ വേവിൻ്റെ അളവ് മാറി തിരിഞ്ഞൊക്കെ ഇരിക്കും കേട്ടോ. 1.5 ഗ്ലാസ് വെള്ളം കറക്റ്റ് ആയിരിക്കും. ചൂടുവെള്ളം തന്നെ ഒഴിക്കുക കേട്ടോ. പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ബിരിയാണിയുടെ ടേസ്റ്റൊക്കെ മാറിപ്പോകും. പിന്നെ ഇതേ നമ്മുടെ പുതിയ ലഞ്ച് ബോക്സിൽ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആമി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ പുതിയ ലഞ്ച് ബോക്സിൽ ഇതൊക്കെ കൊണ്ടുപോകുന്നത് കൊണ്ട്. പക്ഷേ ഇവള് കൊണ്ടുപോയിട്ടുള്ള സ്നാക്സ് എല്ലാം കഴിക്കാതെയാണ് തിരിച്ചു കൊണ്ടുവന്നേക്കുന്നത്. ഈ ന്യൂട്ടല്ലയുടെ സംഭവം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഇവൾക്ക് ബനാന ചേർക്കാതെ വെറുതെ ന്യൂട്ടല്ല ബ്രെഡിൽ സ്പ്രെഡ് ചെയ്താണ് കൊടുത്തു വിട്ടത്. ബനാന വീട്ടിലില്ലാത്ത കാരണം കൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വ്ളോഗിൽ ഓൾറെഡി ഷെയർ ചെയ്തേക്കുന്നതിൽ ബനാനയും കൂടെ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിച്ചേക്കുന്നത്. അങ്ങനെ നമ്മുടെ ഈ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് സ്കൂളിൽ ലഞ്ച് ബോക്സിൽ പേരെഴുതി വെക്കണം മാർക്കർ കൊണ്ട്. ലഞ്ച് ബോക്സിലും എഴുതണം, അതുപോലെ അവളുടെ സ്കൂൾ ബാഗിൽ, ലഞ്ച് ബാഗിൽ എല്ലാത്തിലും മാർക്കർ വെച്ചിട്ട് പെൻ എഴുതി വെക്കണം കേട്ടോ. സ്റ്റാൻഡേർഡും അതുപോലെ തന്നെ പേരും എഴുതണം. പിന്നെ ഇതിനിടയിൽ തന്നെ നമ്മൾ പാക്കിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും 7:10 ആയിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ട് കിച്ചണിൽ നിന്ന് പുറത്ത് ചാടി. അപ്പോൾ ഇന്ന് ആമിയുടെ ബർത്ത്ഡേക്കുള്ള കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു വ്ളോഗിൽ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇന്ന് കളർ ഡ്രസ്സും കൂടി ഇടുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് പുള്ളിക്കാരി. നമ്മുടെ മീനുകൾക്കൊക്കെ ടാറ്റയൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ എന്തായാലും നല്ല ഹാപ്പി ആയിട്ട് തന്നെ അവൾ ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എന്നോട് ഐശ്വര്യാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആമിയെ കൊണ്ടൊന്ന് സംസാരിപ്പിക്കുമെന്ന്. അപ്പോൾ ആമി എങ്ങനെയാണ് വീട്ടിൽ സംസാരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവള് മലയാളമാണ് സംസാരിക്കുന്നതെങ്കിലും തമിഴ് പോലെയാണ് പെട്ടെന്ന് കേൾക്കുന്നവർക്ക് തോന്നുന്നത്. അപ്പോൾ തമിഴിൻ്റെ ഒരു ടോണിലാണ് സംസാരിക്കുന്നത് കേട്ടോ. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവളെ കൊണ്ടൊന്ന് സംസാരിപ്പിക്കണേന്ന് പറഞ്ഞിട്ടുണ്ട്, അവൾ ഓക്കെ ആണെങ്കിൽ മാത്രം. അപ്പോൾ എന്തായാലും അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൾ അധികം സംസാരിക്കില്ല, എന്നെപ്പോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളുടെ കംഫർട്ടൊക്കെ നോക്കിയിട്ട് എപ്പോഴെങ്കിലും അവൾ നല്ല മൂഡിലാവുമ്പോൾ അവൾക്ക് ഓക്കെ ആവുന്ന സമയത്ത് മാത്രം ഞാൻ എന്തായാലും വീഡിയോയിൽ സംസാരിപ്പിക്കാം കേട്ടോ. അപ്പോൾ അവളുടെ സംസാരം കേൾക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒന്ന് പറഞ്ഞത്. ഇന്ന് മിഥുനം 1 കൂടി ആയിരുന്നു. അപ്പോൾ രാവിലെ 1-ാം തീയതി ആയ കാരണം കൊണ്ട് എന്തായാലും ആമി സ്കൂളിൽ വിട്ടതിന് ശേഷം ഞങ്ങളൊന്ന് ക്ഷേത്രത്തിലും കൂടി പോയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു പെരുമാൾ ക്ഷേത്രത്തിലാണ് പോയത്. പോയിട്ട് തിരികെ വന്നപ്പോഴേക്കും ഉണ്ടതേ ഭയങ്കര മഴ. ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെയ്തിട്ടുള്ളൊരു മഴയായിരുന്നു കേട്ടോ. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.